മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി പദം രാജിവെച്ച ബിരേൻ സിംഗിന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നതിൽ ബിജെപിയിൽ സമവായമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. 2 വർഷമായി തുടരുന്ന കലാപത്തിന് പിന്നാലെ ബിജെപി സർക്കാരിലെ ഭരണപ്രതിസന്ധിയും രൂക്ഷമായതോടെയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഭരണപ്രതിസന്ധി, ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു രാജിയിലേക്കൊക്കെ തന്നെ ബിരേൻ സിംഗ് നീങ്ങിയത്. ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിക്കാത്തൊരു ഘട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നു. അതിന് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വംശീയ കലാപം തകർത്ത മണിപ്പൂരിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും പൂർണ്ണമായി കവർന്നുകൊണ്ടാണ് ഇപ്പോൾ മോദി സർക്കാർ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. എന്തായാലും നാണം കെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബിരേൻ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ ബിജെപിക്കായില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും ബിജെപിയും സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും നടത്തിയെങ്കിൽ പോലും അത് പരാജയത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ചും സഖ്യകക്ഷികളുമായൊക്കെ തന്നെയും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളൊക്കെ തന്നെയും പരാജയപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. പ്രധാനമായും അതിൽ 37 ബിജെപി MLA-മാരാണ് ഇപ്പോൾ നിലവിൽ മണിപ്പൂർ ുള്ളത്. എന്തായാലും ഇതിലെ 17 കുക്കി വിഭാഗത്തിൽപ്പെട്ട 17 MLA-മാരും ഈ ബിരേൻ സിംഗിനെതിരെ നിൽക്കുകയും പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിലൊക്കെ തന്നെയും ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിവിധ നേതാക്കളുടെ പേരുകളൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ഒരു സമവായത്തിലേക്ക് എത്താൻ സംസ്ഥാന ഘടകത്തിനൊപ്പം കേന്ദ്ര നേതൃത്വത്തിനും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ ജനവിധി എതിരായിരിക്കുമെന്ന ഒരു തീരുമാനമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 2 നിയമസഭാ സമ്മേളനങ്ങൾ തമ്മിൽ 6 മാസത്തെ ഇടവേള പാടില്ല എന്നൊരു ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന 6 മാസത്തെ ഇടവേള മാത്രമാണ് ഈ ഒരു സമയത്തിൽ നിന്നാലും ഇത് വ്യാഴാഴ്ച അവസാനിച്ചതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 300ഓളം പേരുടെ ജീവനെടുത്ത മെയ്തേ കുക്കി വിഭാഗങ്ങളുടെ കലാപവും ഒക്കെ തന്നെയും വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം ബിരേൻ സിംഗിന്റെ സംസ്ഥാന സർക്കാരിനെയും വലിയ വെല്ലുവിളികളിൽ എത്തിച്ചിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും മണിപ്പൂർ സന്ദർശനം നടത്തിയില്ല. അതിനൊരു നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പ്രത്യേകിച്ചും ഇടത് പാർട്ടികളും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വലിയൊരു കലാപ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വലിയ സേനയെ വിട്ടുകൊണ്ട് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാം എന്നൊരു തന്ത്രമാണ് കേന്ദ്ര സർക്കാരും ഒപ്പം BJP സർക്കാരും കൈക്കൊണ്ടത്. എന്നാൽ അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കലാപം കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം വീണ്ടും ചെറിയ രീതിയിലുള്ള കലാപങ്ങളൊക്കെ തന്നെ പൊട്ടിത്തെറിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ബിരേൻ സിംഗ് രാജിവെക്കണമെന്നൊരു ആവശ്യവുമായി BJP-യിൽ തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആവശ്യപ്രകാരം ബിരേൻ സിംഗ് രാജിവെക്കുകയും തുടർന്ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചർച്ചകളൊക്കെ സജീവമായി നടന്നെങ്കിൽ തന്നെയും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.